ദൈവവിശ്വാസികളായവർ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തപ്പോഴാണ്. ഒരുപക്ഷെ ഇത് താങ്കളുടെ അനുഭവമായിരിക്കാം. വളരെ ആവശ്യമുള്ള ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഉത്തരം ലഭിച്ചില്ല. നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ചിലർ പ്രാർത്ഥിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ ദൈവത്തിന് എന്നോട് ഒരു സ്നേഹവുമില്ല എന്ന് ചിന്തിക്കാനും ഇടയുണ്ട്. എന്നാൽ ഇത് വാസ്തവമല്ല. അത് തെളിയിക്കുന്ന ഒരു സംഭവം യേശുവിൻ്റെ ജീവകാലത്ത് ഉണ്ടായി. യേശുവും ശിഷ്യന്മാരും ഗലീല കടലിൽ കൂടി കടന്ന് ഗദരദേശം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശുവിനെ കണ്ടതും ആ ഭൂതങ്ങൾ യേശുവിനോട് അവരെ നരകത്തിലേക്ക് അയക്കരുതേ എന്ന് അപേക്ഷിച്ചു. യേശു ആ ഭൂതങ്ങളുടെ അപേക്ഷ കേട്ടു. ആ ഭൂതങ്ങളെ അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നികളിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചു. അതിനുശേഷം ആ ഭൂതഗ്രസ്തന് യേശു സൗഖ്യം നൽകി. ഇതറിഞ്ഞും പന്നികൾ നശിച്ചുപോയതറിഞ്ഞും ആ നാട്ടുകാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഭൂതഗ്രസ്തൻ സുബോധത്തോടെ ഇരിക്കുന്നത് അവർ കണ്ടു. അവർ ഭയപ്പെട്ടു. എന്നിട്ട് ആ നാട്ടുകാർ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഇവിടം വിട്ടു പോണം. യേശു അവർ പറഞ്ഞത് അപ്പാടെ അനുസരിച്ചു. അവിടം വിട്ടു മടങ്ങിപ്പോന്നു. പിശാചുക്കൾ പറഞ്ഞതും യേശുവിനെ വിശ്വസിക്കാത്ത ആ നാട്ടുകാർ പറഞ്ഞതും യേശു അനുസരിച്ചു. യേശു മടങ്ങാനൊരുങ്ങുമ്പോൾ ആ ഭൂതഗ്രസ്തൻ യേശുവിനോട്, ഞാനും കൂടി പടകിൽ യേശുവിൻ്റെ കൂടെ പോരട്ടെ എന്ന് അപേക്ഷിച്ചു. അവനോട് മാത്രം യേശു വേണ്ട എന്ന് പറഞ്ഞു. നോക്കണേ, യേശു സൗഖ്യം കൊടുത്ത, യേശുവിനെ അനുഗമിക്കുവാനും അനുസരിക്കുവാനും തയ്യാറായി നിന്ന ആ മനുഷ്യൻ അപേക്ഷിച്ച കാര്യത്തോട് മാത്രം യേശു വേണ്ട എന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിന് ഈ സൗഖ്യമായ മനുഷ്യനോട് മാത്രം ഇഷ്ടമില്ല, പിശാചുക്കളോടും യേശുവിനെ നാട്ടിൽ നിന്ന് പറഞ്ഞുവിട്ട ആ നാട്ടുകാരോടുമാണ് ഇഷ്ടം എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. യേശു ചിലരോട് ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയും. അത് അവരോട് സ്നേഹമുള്ളതുകൊണ്ടാണ്, അവർ തൻ്റെ മക്കളായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് നമ്മോട് ബന്ധമൊന്നുമില്ല, നമ്മോട് സ്നേഹമില്ല എന്ന് പറയരുത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.